അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ മുൻപിലെല്ലാം പ്രശ്നങ്ങളും സാഹചര്യങ്ങളും എല്ലാം മാറി മറിഞ്ഞു വരാറുണ്ട്. എന്നാൽ ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ദൈവജനത്തിനോടൊപ്പം ഒരാൾ ചലിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ അവരെ സ്വാധീനിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ വചനം അവരെ ബലപ്പെടുത്തുവാനിടയാകും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കാതെ ദൈവജനത്തിനനുസരിച്ച് സംസാരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ, you have to walk and align your life with the word of God, the gospel of God. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ നടക്കുകയും ഇരിക്കുകയും ചെയ്യേണ്ട ദൈവിക സുവിശേഷത്തിനോട് കൂടെയാണ്, ദൈവത്തിന്റെ വചനത്തോട് കൂടെയാണ്. Your culture, your life, it is based, you must be based on the heavenly kingdom. നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ പ്രവൃത്തിയും അത് സ്വർഗീയ മണ്ഡലത്തോട് ചേർന്നുള്ളതായിരിക്കണം. Where you are living now? എവിടെയാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്? You are not living in Trivandrum, you are living in the kingdom. നിങ്ങൾ ട്രിവാൻഡ്രത്തല്ല ജീവിക്കാൻ ഇടയാകുന്നത്, നിങ്ങൾ ദൈവിക രാജ്യത്തിലാണ് നിങ്ങൾ ജീവിക്കാൻ ഇടയാകുന്നത്. I am Indian citizen. ഞാൻ ഇന്ത്യയിലെ ഒരു പൗരനാണ് നിങ്ങൾ ചിന്തിക്കരുത്. Not only you are an Indian citizen, you are a citizen of heaven. നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ മാത്രമല്ല, നിങ്ങൾ സ്വർഗ്ഗത്തിലെ പൗരൻ കൂടിയാണ്. Say with me, I am a heavenly being. ഞാൻ ഒരു സ്വർഗീയ പൗരനാണ്. I am a heavenly being. ഞാൻ ഒരു സ്വർഗീയ വ്യക്തിയാണ്. I am a heavenly citizen. ഞാൻ സ്വർഗീയ പൗരനാണ്. I walk in the laws of the heavenly kingdom. ഞാൻ സ്വർഗീയ മണ്ഡലത്തിലെ സ്വർഗീയ രാജ്യത്തിലുള്ള നിയമപ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത്. I walk with the kingdom principles. ഞാൻ കിങ്ഡം പ്രിൻസിപ്പിൾസിലാണ് ഞാൻ ജീവിക്കാൻ ഇടയാകുന്നത്. Not into the worldly principle. ഞാൻ ഈ ലോകത്തിലെ പ്രിൻസിപ്പിൾ അനുസരിച്ചല്ല ജീവിക്കുന്നത്. I am living in India and obey the laws of India, but I walk in the principle of the kingdom of God. ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, ഇന്ത്യയിലെ നിയമത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ ഞാൻ ജീവിക്കുന്നത് സ്വർഗീയ നിയമത്തിലോ സ്വർഗം പറയുന്ന അനുസരിച്ചാണ് ഞാൻ ജീവിക്കാൻ ഇടയാകുന്നത്. Because my provision not from this world, but my provision, it is from the gospel and also from the kingdom. എന്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത് അത് ഈ ലോകത്തിൽ നിന്നുള്ളതല്ല, പിന്നെയോ എന്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നിന്ന്, അത് സ്വർഗത്തിൽ നിന്നുമാണ് എനിക്കുള്ളത്. Say to your neighbor, I seated with Jesus Christ. അടുത്തേക്ക് വ്യക്തിയോട് പറഞ്ഞാൽ, ഞാൻ യേശുവിനോടൊപ്പം ഇരുത്തപ്പെട്ടവൻ. I am seated together with Jesus Christ. ഞാൻ യേശുവിനോടൊപ്പം ഇരുത്തപ്പെട്ടവൻ. I am a citizen of the kingdom. ഞാൻ ദൈവരാജ്യത്തിന്റെ പൗരനാണ്. I have the provision from the kingdom of God. ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്നാണ് എനിക്ക് പ്രൊവിഷൻസ് ഉള്ളത്. Not from my job, എന്റെ ജോലിയിൽ നിന്നല്ല, not from my business, എന്റെ ബിസിനസ്സിൽ നിന്നല്ല, not my papa and mommy, എന്റെ അപ്പന്റെ അമ്മയുടെ നിന്നല്ല. it is from my Father God and kingdom of God. എനിക്ക് എന്റെ പിതാവാൻ ദൈവത്തിന്റെ അടുത്ത് നിന്ന് സ്വർഗരാജ്യത്തിൽ നിന്നാണ്. അടുത്തിരിക്കുന്ന ആളോട് പറ, അപ്പനോ അമ്മയോ അപ്പനോ ഒന്നും അല്ല എന്നെ നോക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്, അവന്റെ രാജ്യമാണ് എന്നെ പരിപാലിക്കുന്നത്. Come on church, come on church. Hallelujah. As a child of God, my language, my confession must reflect from
the gospel understandings. ദൈവ പൈതൽ എന്നുള്ള രീതിയിൽ എൻ്റെ പറച്ചിലും എൻ്റെ കൺഫെഷനോ എങ്ങനെയായിരിക്കണം? അത് ദൈവരാജ്യത്തോട് ചേർന്നതും ദൈവവചനത്തോടും ചേർന്നതായിരിക്കണം. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, ഞാൻ ദൈവ പൈതലായിരിക്കുന്നത് കൊണ്ട് എന്റെ വാക്കുകൾ, എന്റെ ഏറ്റുപറച്ചിൽ ദൈവവചനത്തിന്റെ പ്രതിഫലനമായിരിക്കണം. ഉറക്കെ പറ, ഞാൻ ദൈവ പൈതലായിരിക്കൊണ്ട് എന്റെ ഏറ്റുപറച്ചിൽ എന്റെ വാക്കുകൾ ദൈവവചനത്തിന്റെ പ്രതിഫലനമായിരിക്കണം. ഒന്നും കൂടെ പറ. സഹോദരന്മാരുടെ കൈ മൈക്കില്ലേ? ഉറക്കെ പറ. എന്തിന്റെ പ്രതിഫലനമായിരിക്കണം? Oh, when the worldly people look at you, you confess you must confess differently because you are not from this world, you are from above. ലോക ആൾക്കാർ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് വ്യത്യസ്തമായ കൺഫെഷനാണ് നിങ്ങൾ പറയാനിടയാകേണ്ടത്. കാരണം നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല, പിന്നെയോ നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ളവരാണ്. The problem is when we are facing bad situation in this world, we started to confess according to what we see. ഈ എന്താ പ്രശ്നമെന്നറിയാമോ? ഈ ലോകത്തിലായിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ, തെറ്റായ സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഞാൻ നെഗറ്റീവായ കാര്യങ്ങൾ പറയാനും കൺഫസ് ചെയ്യാൻ ഇടയാകും. Don't look at your doubtful situation and doubtful situation. നിന്റെ ഇരുണ്ട ജീവിതവും നിന്റെ വരൾച്ചയുള്ള ജീവിതവും നീ നോക്കുവാൻ ഇടയാകരുത്. Don't look at that. Don't pressurize by your situation. നിന്റെ സാഹചര്യത്താൽ നീ പ്രഷറൈസ് ആയി പോകരുത്. Don't allow your mind to control by the situations. നിന്റെ മനസ്സിനെ ഈ സാഹചര്യം കൊണ്ട് നിയന്ത്രിക്കാൻ നീ ഇടവരുത്തരുത്. Build your mind with the word of God. നിന്റെ മനസ്സിനെ ദൈവവചനവുമായി പണിതാട്ടെ. Come on church, give a praise offering to the Lord. Amen. ദൈവത്തിനോട് സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. So, when we are crossing bad situation, that time is a time of learning. നമ്മൾ ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് പഠിക്കാനുള്ള സാഹചര്യമാണ്. This is a time of learning. അത് പഠിക്കാനുള്ള സാഹചര്യമാണ്. God is trying to teach you. ദൈവം നിന്നെ പഠിക്കാനായിട്ട് ചിലത് ഏൽപ്പിക്കുകയാണ്. When you are facing bad situation, in the bad situation God is trying to lead you and teach you. നീ ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവം ചില കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കാൻ ഇടയാകുന്നു. Let's turn to John chapter 6 verse 5 onwards. യോഹന്നാന്റെ സുവിശേഷം 6:5 മുതൽ. Jesus looked up and saw a large crowd was coming towards him, and he said to Philip, where will we buy bread for these people to eat? യേശു ഒരു വലിയ പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് അവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. Can you read the next word? അടുത്ത വാക്കും കൂടെ നിങ്ങൾക്ക് വായിക്കാമോ? Look at your Bible and read properly. But he said to test to Philip. ഇത് ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. Next word, because he knew what he was about to do. കാരണം അവൻ അറിയാമായിരുന്നു അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. That means in your doubtful situation, he knew what is going to happen in your life. എന്ന് വെച്ചാൽ നിന്റെ വരൾച്ചയുള്ള കാലഘട്ടത്തിൽ അവൻ അറിയാം എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായ പ്ലാൻ ഉണ്ട്. When you tap into the world, you can't get it. നീ ആ വചനത്തിൽ കുടുങ്ങിപ്പോയാൽ നിനക്കൊന്നും കിട്ടത്തില്ല. If you tap into the world, you can't get it. നീ ലോകത്തിൽ കുടുങ്ങിപ്പോയാൽ നിനക്കത് കിട്ടത്തില്ല. But when you tap into the word and God, you will receive something from God. നീ ലോകത്തിൽ കുടുങ്ങിപ്പോയാൽ നിനക്കൊന്നും കിട്ടത്തില്ല. അതിനു പകരം നീ ദൈവവചനവുമായി ചേർന്നിരുന്നാൽ നിനക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടുവാൻ ഇടയാകും. Look at this. ഇതിനെ നീ നോക്കിയേ. When Jesus asked to the Philip what he did it, ഫിലിപ്പോസിനോട് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് എന്താണ് ചെയ്യാനിടയായത്? suddenly he looked at his pocket. ഉടനെ അവൻ പോക്കറ്റിലേക്ക് നോക്കി. That's what we do always. അതാണ് നമ്മൾ ചെയ്യാനിടയാകുന്നത്. When we need a financial situation, നമുക്കൊരു സാമ്പത്തിക കാര്യങ്ങൾ ആവശ്യം വന്നാൽ suddenly we look at our pocket. നമ്മൾ നമ്മുടെ പോക്കറ്റിലേക്ക് നോക്കും. That's what Philip also do. അതും ഫിലിപ്പോസും അതാണ് ചെയ്തത്. But why Jesus asked to Philip? എന്താണ് ഫിലിപ്പോസിനോട് യേശു ചോദിച്ചത്? Because he know what he is about to do. He was going to do. ഫിലിപ്പോസിനോട് എന്താണ് യേശു ചോദിക്കാൻ ഇടയായത്? കാരണം യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായി പ്ലാൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഫിലിപ്പോസ് പോക്കറ്റിലേക്ക് നോക്കുമ്പോ യേശു അവനോട് ആ ചോദ്യം ചോദിച്ചു തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്
യേശു നല്ലതായി ഉറപ്പായി പ്ലാൻ ചെയ്തതിന് ശേഷമാണ് അവനെ ആ സാഹചര്യത്തിലേക്ക് വിട്ടതാ. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ കയറിനേക്കാൾ മുമ്പ് ദൈവം എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൈയടിച്ചില്ല, അവരെല്ലാം ആമേൻ പറഞ്ഞില്ല. നിങ്ങൾ ചെയ്യുന്ന അയ്യോ രക്ഷിക്കണേ ഇതെന്തായി തീരും. എടേ നീ അവിടേക്ക് കയറിനേക്കാൾ മുമ്പ് നിനക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടോ? അടുത്തിരിക്കുന്നവരോട് പറ, അയ്യോ പറഞ്ഞ അതെങ്ങനെ അറിയും? അയ്യോ ഞാൻ അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അറിയും? അയ്യോ ഇപ്പൊ അവസാനിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വെളിപ്പെടും? വെളിപ്പെടത്തില്ല. What do you need to do now? എന്താണ് നിങ്ങൾ You have to seek the word and his kingdom. അവന്റെ രാജ്യത്തെ അന്വേഷിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. When you ready to seek it, അത് നിങ്ങൾ അന്വേഷിക്കാൻ റെഡിയാണ്, it will reveal to you. അത് നിങ്ങൾക്ക് വെളിപ്പെട്ടു വരും. Hey, Philip not answered to him. ഫിലിപ്പോസ് അതിന് മറുപടി പറഞ്ഞില്ല. But Andrew ready to answer to him. ആൻഡ്രോസ് അവന്റെ അടുത്ത് അതിൽ വെളിപ്പെട്ട് പറയാൻ. That means anyone ready to respond the situations where you are facing, you will see the great plan of God in that situation. Amen. ആരൊക്കെയാണോ നിന്റെ സാഹചര്യത്തിനനുസരിച്ച് അത് പ്രതികരിക്കാൻ റെഡിയാകുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയെ അവിടെ കാണുവാൻ ഇടയാകും. Will you please stand up with me? നിങ്ങൾ എന്നോടൊപ്പം എഴുന്നേറ്റ് നിൽക്കാമോ? Say to your neighbor, don't look at your pockets when you are facing situations. നിങ്ങളുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പോക്കറ്റിലേക്ക് നിങ്ങൾ നോക്കരുത്. Don't look at your situation. നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കരുത്. Don't look at your situation. നിങ്ങളുടെ സാഹചര്യങ്ങൾ Look നോക്കരുത്. at my Jesus. Amen. നിങ്ങൾ യേശുവിനെ നോക്കുവാൻ ഇടയാകണം. Look at my Jesus. നിങ്ങൾ യേശുവിനെ നോക്കുവാൻ ഇടയാകണം. And look at my Jesus. നിങ്ങൾ യേശുവിനെ നോക്കുവാൻ ഇടയാകണം. Don't look at your situations. നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കരുത്. Don't look at what can you do. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ നോക്കാൻ ഇടയാകരുത്. Hallelujah. Hallelujah. Don't look at your ability. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ നോക്കരുത്. Look at God's ability. നിങ്ങൾ ദൈവത്തിന്റെ കഴിവിനെ Look നോക്കണം. at God's pocket. ദൈവത്തിന്റെ പോക്കറ്റിലേക്ക് നിങ്ങൾ God, നോക്കണം. look at God's provision. ദൈവത്തിന്റെ പ്രൊവിഷനിലേക്ക് നിങ്ങൾ നോക്കണം. Then you will see the answer from God. അപ്പോഴേ നിങ്ങൾക്ക് ദൈവത്തിലുള്ള പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. Can I give a key point for these situations? ഞാൻ ഈ സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കീ പോയിന്റ് നിങ്ങളോട് പറയട്ടെ. It's a wonderful word. അതൊരു മനോഹരമായ വാക്കാണ്. Are you ready to receive now? നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ റെഡിയാണോ? When you are facing situations, what will you do? നിങ്ങൾ ഒരു ഇങ്ങനെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ You have പോകുന്നത്? to speak to the situation നിങ്ങൾ ആ സാഹചര്യത്തോട് സംസാരിക്കണം boldly അത് ഉറപ്പോടെ. who you നിങ്ങൾ are. ആരാണെന്നുള്ള ഉറപ്പോടെ ആ സാഹചര്യത്തെ നോക്കി നിങ്ങൾ സംസാരിക്കണം. Once again I repeat, when you are facing doubtful situation, when you are facing bad situations, you have to speak to the situation, look to the situation boldly with the understanding of who you are. Amen. നിങ്ങൾ ഒരു വരൾച്ചയുള്ള കാലഘട്ടത്തിൽ, നിങ്ങൾ സംശയമുള്ള കാലഘട്ടത്തിലൂടെ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഉറപ്പോടെ, നിങ്ങൾ ആരാണെന്നുള്ള ഉറപ്പോടെ ആ സാഹചര്യത്തെ നോക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുവാൻ ഇടയാകണം. It's a grateful understanding. അതൊരു വലിയ നമ്മുടെ മുമ്പിൽ പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ ചെയ്യാറുള്ളത് ദൈവമേ എന്ന് പറയുകയാണ് പതിവ്. ആണോ അല്ലയോ? പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞേ, ഇറ്റ്സ് എ കീ. ഇതൊരു വലിയ കീയാണ് നിങ്ങൾക്ക് തരുന്നത്. പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിലേക്ക് നോക്കി അയ്യോ ദൈവമേ എന്ന് വിളിക്കാതെ നിങ്ങൾ പറയണം ഞാൻ ആരാന്നറിയാവോ? അതെന്താ അങ്ങനെ പറയുന്നേ? This problem, this bad situation not created by the devil, not God. It is created by the devil. നിന്റെ ഈ സാഹചര്യം സൃഷ്ടിച്ചത് ദൈവമല്ല, അത് പിശാചാണ് സൃഷ്ടിക്കാൻ ഇടയായത്. That means your opposition is not God, it is devil. കാരണം നിന്റെ എതിർഭാഗത്ത് നിൽക്കുന്നത് ദൈവമല്ല, അത് പിശാചാണ്. So you have to look at the opposition and say, do you know who I am? നിങ്ങളെ എതിരെ നിൽക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് നിങ്ങൾ പറയണം ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? Who I am? ആരാണ് ഞാനെന്ന് Who അറിയാമോ? I am in Christ Jesus. ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് അറിയാമോ? പക്ഷെ നമ്മൾ എങ്ങനെയാണെന്നറിയോ? ദൈവമേ ഈ സിറ്റുവേഷനിലേക്ക് എന്നെ കള്ളി വിടാൻ ഞാൻ എന്താ ചെയ്ത കർത്താവേ?
ഈ സിറ്റുവേഷനിലേക്ക് എന്നെ വിടാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത ദൈവമേ? ഈ സിറ്റുവേഷനിലേക്ക് ഞാൻ പോകാൻ എന്ത് പാപമാ കർത്താവ് ഇനി എന്റെ തലയിൽ കിടക്കുന്നേ? ഈ സിറ്റുവേഷനിലേക്ക് എന്നെ വിടാൻ ഏത് ശാപമാ എന്റെ തലയിൽ ഇനി കിടക്കുന്നേ? ഇതാ നമ്മൾ സാധാരണ ചോദിക്കുന്നേ. That means you lose your confidence in Christ Jesus. Amen. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. You are the child of God. നീ ദൈവത്തിന്റെ പൈതലാണ്. Can you say with me, എന്നോടൊപ്പം പറഞ്ഞാണ് ഞാൻ I am the child of God. ഞാൻ ദൈവത്തിന്റെ I am a പൈതലാണ്. child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. I am a son of God. ഞാൻ ദൈവത്തിന്റെ മകനാണ്. I am the son of ഞാൻ God. ദൈവത്തിന്റെ മകനാണ്. I am the son of ഞാൻ God. ദൈവത്തിന്റെ മകനാണ്. Look at your situation. Say to your situation, I am the child of നിങ്ങളുടെ God. സാഹചര്യങ്ങളെ നോക്കി അതിനോട് കൽപ്പിച്ചാട്ടെ ഞാൻ ദൈവത്തിന്റെ മകനാണ്. Say to your situation, look, I am child of God. നിങ്ങളുടെ സാഹചര്യം നോക്കിയിട്ട് പറഞ്ഞാട്ടെ I am a child of ഞാൻ God. ദൈവത്തിന്റെ പൈതലാണ്. I am a child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കി ഞാനൊരു ദൈവ പൈതലാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിന് പകരം നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്താ? അയ്യോ ഞാൻ ഭാബി എന്നാ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഒരെണ്ണം മിണ്ടണില്ല. അങ്ങനെ അല്ലേ? ആണോ അല്ലേ? ഏത് പാപമാണോ ഇനി മറഞ്ഞിരിക്കുന്നത്? തേങ്ങ കൊല. ഏത് പാപമാണോ പറ. കൊണ്ടോ ഒളിഞ്ഞിരിക്കുന്ന പാപം, മറഞ്ഞിരിക്കുന്ന പാപം. ഒരു മറഞ്ഞും ഒളിഞ്ഞും ഒന്നും ഇല്ല. ഒന്ന് കൈ അടിച്ചോണ്ട് പറ, ഞാൻ ദൈവ പൈതലാ. Look at your bad situation and say, talk to the situation. Do you know who I am? I am the child of God. I am a child of God. നിങ്ങളുടെ മോശമായ സാഹചര്യത്തെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. Next thing, what do you need to share? What next thing? First you have to confess who you are. ആദ്യം നിങ്ങൾ പറയണം നിങ്ങൾ ആരാണെന്ന്. Second thing, you have to confess what I have. രണ്ടാമത് നിങ്ങൾ പറയണം എനിക്ക് എന്താണുള്ളതെന്ന് നിങ്ങൾ What I have. എനിക്ക് എന്താണുള്ളതെന്ന് പറയാനിടയാകണം. Who you are നിങ്ങൾ ആരാണ് and what I have. എനിക്ക് എന്താണുള്ളത്. എന്ത് പറയണം ആദ്യം? ഒന്ന് ഞാൻ ആരാന്ന് പറയണം. എന്തെല്ലാമാണ് എനിക്കുള്ളതെന്ന് പറയണം. ഒറ്റ ഒരെണ്ണം കൈയടിക്കാനില്ല കണ്ടോ. ആ സിറ്റുവേഷൻ നോക്കിയിട്ട് ദൈവമേ രക്ഷിക്കണേന്നല്ല, ദൈവമേ സഹായിക്കണേന്നല്ല, ഞാൻ ആരാന്ന് പറഞ്ഞിട്ട് പറയണം ഇതാ എനിക്കുള്ളതാണ്. സിറ്റുവേഷൻ നോക്കാതെ ദൈവജനത്തിനനുസരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി, ചിന്തിക്കുന്ന ഒരു വ്യക്തി സാഹചര്യങ്ങൾക്ക് മീതെ ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങളും ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. കരമന എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്ററിന് യൂട്രസിൽ 2 വലിയ മുഴകൾ ഉണ്ടായിരുന്നു. ആദ്യം DNC ചെയ്തു. SAT ഹോസ്പിറ്റലിലാണ് DNC ചെയ്തത്. അപ്പോൾ ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. തുടർന്ന് അവർ RCCയിലേക്ക് റെഫർ ചെയ്തു. RCCയിൽ ഇത് ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. യൂട്രസും ഓവറീസും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തു. എന്നാൽ അതിന് മുന്നേ ഇവിടെ വന്ന ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ഈ മകൻ്റെ വിശ്വാസമാണ് അമ്മയെ കൊണ്ടുവന്നത്. സർജറിക്കെല്ലാം ഒരു പെൺകുട്ടിയെ പോലെ ഈ മകനാണ് അമ്മയെ നിന്ന് ഹോസ്പിറ്റലിൽ ശുശ്രൂഷിച്ചത്. അതൊരു വലിയ കാര്യമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. എന്നാൽ സർജറിക്ക് ശേഷം ടെസ്റ്റ് റിസൾട്ടുകൾ വന്നു. ഡോക്ടേഴ്സ് പറയുന്നത് ക്യാൻസറിന് ഇനി ചികിത്സിക്കേണ്ട, വല്ലപ്പോഴും ചെക്കപ്പുകൾ മാത്രം ചെയ്താൽ മതി, റേഡിയേഷനും ഇല്ല, കീമോയും ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. അതെനിക്ക് കാരണം ഇതുവരെ മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടർമാർ ഈ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം പരിശോധിച്ചപ്പോൾ ക്യാൻസർ ഇല്ല. അമ്മ പറ. ഇല്ല, ഓപ്പറേഷൻ ചെയ്യുന്നത് ക്യാൻസർ ഉണ്ടായിട്ടല്ലേ ചെയ്തത്? ഉണ്ടായിട്ടാണ് ചെയ്തത്. യൂട്രസിനകത്ത് ക്യാൻസർ എന്ന് കണ്ടുപിടിച്ചിട്ടാണ് RCC പോയത്. RCCയിൽ അത് കൺഫേംഡ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഡോക്ടർമാർ പറയുന്നത് റേഡിയേഷനും വേണ്ട, ഹീമോയും വേണ്ട, മരുന്നും കഴിക്കണില്ല. നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതെനിക്ക് ഇതുവരെ തലയ്ക്ക് മനസ്സിലായില്ല. ക്യാൻസറിനാണ് ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷൻ ചെയ്തിട്ട് ക്യാൻസർ എനിക്ക് കീമോയും വേണ്ട, റേഡിയേഷനും വേണ്ട. എനിക്ക് തോന്നുന്നു സാധാരണ പിള്ളേരെക്കാൾ കൂടുതൽ ഇവൻ്റെ അമ്മയെക്കുറിച്ച് എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്.
കർത്താവ് ഈ അമ്മയെ സൗഖ്യമാക്കിയതിന് നന്ദി പറഞ്ഞ് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കർത്താവ് ഈ വീടിന് കൊടുത്ത അത്ഭുതത്തിന് നന്ദി. RCCയിൽ നിന്ന് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞു വിട്ടിരിക്കുവോ? ഒന്നും കൂടെ ചുണയായിട്ട് കൈയടിക്കണം കേട്ടോ. ബ്രദർ, ഈ അങ്കിളിന്റെ പേര് സോമൻ എന്നാണ്. മലയത്ത് നിന്നുമാണ് അങ്കിള് വരുന്നത്. ഞങ്ങൾ മലയത്തിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് ഈ അങ്കിളിന്റെ വസ്തുവിന്റെ പേരിൽ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 4 ആഴ്ച മുൻപ് ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അങ്കിള് പറയുന്നത് കേസ് അനുകൂലമാവുകയും ആ പ്രമാണം തിരികെ ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ച പ്രമാണം എന്നെ വക്കീല് വെള്ളിയാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, കോടതി എടുത്ത് തരാം, പ്രമാണം എടുത്ത് തരാം, വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളിയാഴ്ച 30 കൊല്ലമായ കേസ്, 94 കേസായിരുന്നു. 94. എഴുന്നേറ്റ് ഒരു കയ്യടി കൊടുത്തേ ഒക്കത്തുള്ളൂ. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? കഴിഞ്ഞ 4 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ചിലരോട് വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ തീരുവാന്ന് പറഞ്ഞു. ദൂത് ആരെങ്കിലും ഓർമ്മിക്കുന്നു? ഓ, നാർത്ത് വിളിച്ചൊരു ദൈവത്തിന് ആമീൻ പറഞ്ഞേ. 30 കൊല്ലമായ കേസ് വിധിയായി. നാർത്ത് വിളിച്ചേ. അടുത്തിരിക്കുന്നവരോട് പറ, യേശു നിനക്കും വേണ്ടി ചെയ്യും. ബ്രദർ, ഈ അമ്മയുടെ പേര് സത്യഭാമ. ആനേറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അമ്മ വരുന്നത്. ആനയുള്ള അറയാണ്. ഓക്കെ, പറഞ്ഞേട്ടെ. കർത്താവ് നൽകിയ ഒത്തിരി സാക്ഷ്യങ്ങളുമായിട്ടാണ് അമ്മ നമ്മുടെ മുൻപിലായിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് അമ്മയ്ക്ക് നടുവേദനയായിരുന്നു. നടുവേദന കാരണം ഒത്തിരി സമയം നിൽക്കാൻ പറ്റത്തില്ല, കുനിയാൻ പറ്റത്തില്ല, ഒത്തിരി വിഷമത്തിലായിരുന്നു. എന്നാൽ അമ്മ പറയുന്നത് 2 ആഴ്ച മുൻപ് വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് പൂർണ്ണമായൊരു സൗഖ്യം നൽകിയെന്നാണ് സാക്ഷ്യപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. 4 വർഷത്തോളമായി മെഡിസിൻ എടുത്തിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല. അതും കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി. കിഡ്നി സ്റ്റോൺ പോയോ? പോയായിരുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. അതുപോലെ അമ്മയ്ക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. കൈ ഉയർത്താനും കഴുത്ത് തിരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. കർത്താവ് അത് സൗഖ്യം നൽകി. അതിനോടൊപ്പം തന്നെ തിമിരത്തിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. അമ്മ പറയുന്നത് ഇപ്പോൾ ആ പ്രയാസം മാറിപ്പോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. തിമിരം പോയോ? പോയായിരുന്നു. തീർച്ചയായിട്ടും. ഏത് കണ്ണിനായിരുന്നു തിമിരം ഉണ്ടായിരുന്നു? വലത്തെ കണ്ണിന് തിമിരം ഉണ്ടായിരുന്നു. തിമിരം മാറി എന്നാ പറയുന്നത്. കൈ അടിച്ചിട്ട് ആമേൻ പറയാം. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ഓരോ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയാം. നമ്മളെല്ലാവരും അവൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കേണ്ടതിന് അവൻ വിളിച്ചവരാണ്. ഓരോ ദിവസവും അത്ഭുതങ്ങളിൽ ജീവിക്കണം. ഓരോ ദിവസവും എന്നല്ല, ഓരോ മണിക്കൂറുകളിലും അവൻ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ആ ദൈവിക അനുഭവങ്ങളിൽ നമ്മളായിത്തീരണം. ആമേൻ. കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ നമുക്ക് ജീവിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കനുസരിച്ച് കർത്താവെ ഇവരുടെ ജീവിതം മാറട്ടെ അപ്പാ. ഇവർ അത്ഭുതങ്ങളിൽ ജീവിക്കട്ടെ അപ്പാ. നന്മകളിൽ ജീവിക്കട്ടെ അപ്പാ. അവിടുത്തെ നിറവിലായിരിക്കട്ടെ അപ്പാ. ദൈവജനത്തിൽ പണിയപ്പെടട്ടെ അപ്പാ. അവിടുത്തെ ശ്രേഷ്ഠതയ്ക്കൊത്തവണ്ണം കർത്താവെ ഇവർ ചിന്തിക്കട്ടെ അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങൾ കർത്താവെ മഴ പെയ്യുന്നത് പോലെ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കട്ടെ അപ്പാ. മഴ പെയ്യുന്നത് പോലെ ദൈവിക നന്മകൾ ഈ വീടുകളിൽ നിറയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ ശ്രേഷ്ഠത ഇവരുടെ ഹൃദയങ്ങളെ മാറ്റട്ടെ അപ്പാ. ഇടുങ്ങിയിരിക്കുന്ന മനസ്സുകളെ വിശാലതയിലേക്ക് കൊണ്ടുവരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, ടോൺസ്ലൈറ്റിസായിട്ട് പ്രയാസത്തോടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ടോൺസ്ലൈറ്റീസ് നമുക്കറിയാം, പനിയൊക്കെ വരുമ്പോൾ വരുന്നെന്ന്. പക്ഷേ ഈ വ്യക്തിക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതൊരു വലിയ പ്രയാസവുമായിട്ടായിരിക്കുന്നത്. കർത്താവെ, ആ ഇൻഫെക്ഷൻ തൻ്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. ദൈവത്തിൻ്റെ വിടുതൽ ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ ശ്രേഷ്ഠത ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ വിടുതൽ ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ അത്ഭുതം ചലിക്കട്ടെ അപ്പാ. കർത്താവെ, ആ പ്രയാസം, സർജറി നീങ്ങിപ്പോകട്ടെ അപ്പാ. ആ പ്രയാസം മാറിപ്പോകട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അതോടൊപ്പം മഞ്ഞ ഡ്രസ്സിട്ട ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ഒരു കൈക്ക് ഇപ്പം നാളുകളായിട്ട് കൈയുടെ മുട്ടിൽ പ്രയാസമാണ്. തനിക്ക് ഭാരം എടുക്കുവാൻ പോലും പറ്റാത്ത വിധത്തിൽ, ഭാരം എന്ന് വെച്ചാൽ ഒരു കാര്യവും തൻ്റെ കൈ കൊണ്ട് എടുക്കാൻ കഴിയത്തില്ല. ആ വിധത്തിൽ തനിക്ക് പ്രയാസമുണ്ട്. ആ കൈ തിരിഞ്ഞിരിക്കുന്ന പോലെ ചിലപ്പോൾ തോന്നും. അത് ശരിയായ വിധത്തിൽ വെക്കാൻ കഴിയുന്നില്ല. ആ കൈയുടെ സ്ട്രക്ചറേ മാറിയതുപോലെ തോന്നും. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. അപ്പോൾ നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുവേ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. അതേപോലെ ഒരു വ്യക്തിയുടെ കണ്ണിനെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. അത്
കണ്ണെഴുതുമ്പോൾ തനിക്കുണ്ടായൊരു പ്രയാസമാണ്. അത് ആ എഴുതിയ സ്റ്റിക്കോ മറ്റോ തൻ്റെ കണ്ണിൽ കൊണ്ടിട്ട് അതേ തുടർന്നുണ്ടായ ഇറിറ്റേഷൻ അത് ദിവസങ്ങളോളം നിൽക്കുകയും അത് കണ്ണിൽ പ്രയാസമുണ്ടാക്കുകയും ചെയ്തു. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. കർത്താവേ, അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം, ചെവിയുടെ സൈഡിലെ കഴല എപ്പോഴും വേദനയാണ്. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ചെവിക്കും വേദന അനുഭവപ്പെടും. ആ കഴലയും പലപ്പോഴും വീർത്തതുപോലെ തോന്നുന്ന ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ ശ്രേഷ്ഠതയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നിറവിൽ നമുക്ക് ഓരോ ദിവസമാകാം. ഗോഡ് ബ്ലെസ് യു.